ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറേയധികം വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുപോലെ അച്ഛനും അമ്മയാണെങ്കിൽ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. പോയിട്ട് അവർ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ദിനുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രെഡ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് നെയ്യിലൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലത്തെ പണിയും എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പം ബ്രെഡും ചായയാണ് കേട്ടോ ദിനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഈ സമയം കൊണ്ട് ദിനു ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ദിനു തക്കാളി ചമ്മന്തി കൂട്ടിയാണ് കേട്ടോ ബ്രെഡ് കഴിക്കുന്നത്. നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് തക്കാളി ചമ്മന്തി. അപ്പോൾ പാത്തൂസ് ആണെങ്കിലും എഴുന്നേറ്റ് വന്നിരുന്ന പോപ്പിറ്റൊക്കെ വെച്ച് കളിക്കുകയാണ്. അപ്പോൾ പാത്തൂനാണെങ്കിൽ ഇപ്പോൾ പനി കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണമാണ് കേട്ടോ. നല്ലപോലെ മെലിഞ്ഞിട്ടുമുണ്ട് ആൾ. ഭക്ഷണമാണെങ്കിലും കഴിക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. അപ്പോൾ ദിനു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പം പാത്തു ആ കൂടെ ഇറങ്ങി നിന്നതായിരുന്നു. അങ്ങനെ ദിനു ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതിനുശേഷം വേണം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാനായിട്ട്. അപ്പോൾ ദോശമാവ് ഞാൻ അരച്ചത് തലേന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിടാതെയാണ് എടുത്ത് മാറ്റി വെക്കുന്നത്. പുളിച്ച് കഴിയുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ വെള്ള ചമ്മന്തി ഉണ്ട്, പിന്നെ തലേന്നത്തെ സാമ്പാറും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. എപ്പോഴും നമ്മൾ ഭാര്യമാർ നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ചാൽ മതിയോ? ഭർത്താക്കന്മാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൂടെ മനസ്സിലാക്കണ്ടേ? ജോലി കഴിഞ്ഞ് അതിൻ്റെ ടെൻഷൻസൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞ് തല്ലുകൂടാറുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർ എന്തിനു വേണ്ടിയിട്ടാണ് പുറത്ത് പോയി ജോലി ചെയ്യുന്നത്? നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മളും അത് മനസ്സിലാക്കണം. വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറയും. അവർക്ക് പരസ്പരം തല്ലുകൂടാൻ സമയം വളരെ കുറവുമായിരിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം മാത്രം മതി. അതോടെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാവും. പലപ്പോഴും ഭർത്താക്കന്മാർ തുറന്ന് സംസാരിക്കാൻ മടിയുള്ളവരായിരിക്കും. അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഭാര്യമാർ തന്നെയാണ്. നമ്മളുമായി കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് അവർക്ക് തോന്നണം. പരസ്പരം തുറന്നുള്ള സംസാരമാണ് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മാറ്റിവെക്കാനുള്ളത് സമയമാണ്. സമയം വിലപ്പെട്ടതാണ്. അതിൻ്റെ വില മനസ്സിലാക്കി തന്നെ ജീവിക്കണം. പരസ്പരം നല്ല നല്ല നിമിഷങ്ങൾ ചേർത്ത് വെക്കുകയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാധിച്ചു കൊടുക്കുകയും റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബജീവിതം വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു. കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പ്, സിങ്ക്, ഇതെല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സിങ്ക് കഴുകാനായിട്ടാണെങ്കിൽ ഞാനൊരു സ്ക്രബ്ബർ മാറ്റി വെക്കും കേട്ടോ. ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് എപ്പോഴും സിങ്ക് കഴുകാറുള്ളത്. അല്ലാതെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകാറില്ല. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ബാക്കി ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോകാനായിട്ട്. അപ്പം ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിൽ ഒഴിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഹാളും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും കൂടെ വൃത്തിയാക്കി. അങ്ങനെ ഹോളൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിരന്ന് കിടന്ന ടോയ്സൊക്കെ എടുത്ത് വെച്ച്, അതുപോലെ ബെഡ്ഷീറ്റ് മാറേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ്. 2 റൂമിലെയും ഷീറ്റ് മാറ്റി വിരിക്കാനായിട്ടുണ്ട്. അപ്പോൾ പാത്തു അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പാത്തുവിനെ കാണാത്തത്. അപ്പോൾ 2 റൂമിലെയും ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്നതാണ്. ഇന്ന് ഞാൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കാനായിട്ട് ബീറ്റ്റൂട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും.
പിന്നെ അമ്മ ആണെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിയിട്ട് അമ്മ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് അമ്മ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് വെജിറ്റബിൾ തീയലും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനുമാണ്. പിന്നെ പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചോറാണെങ്കിലും ഇരുന്ന് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാത്തുവിന് ചോറ് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ച് കാർട്ടൂൺ കണ്ടോണാണ് അവൾ കഴിക്കുന്നത്. അത് അവളുടെ ഫോണാന്നുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റം കേട്ടോ. ഇപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ ഫോൺ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും പാത്തൂസിന് ചോറ് കൊടുത്തിട്ട് പിന്നെ നമ്മളും കഴിക്കാനായിട്ടിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തീയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ പോലും തീയലുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ചോറുണ്ണും. അപ്പോൾ തീയലുണ്ടെങ്കിൽ എല്ലാവർക്കും ഹാപ്പി. ദിനൂനാണെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് തീയൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും അച്ഛനും പാത്തും കൂടെ ക്യാബിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. കാരണം 4:50 5 മണിയോട് കൂടിയാണ് ട്രെയിൻ. അപ്പോൾ ദിനൂന് ഓഫീസിൽ നിന്ന് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാബിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാത്തുവിന് മനസ്സിലായിട്ടുണ്ട് അവർ പോവാന്ന്. അതിൻ്റെ സങ്കടം ഉണ്ട് കേട്ടോ. ഞാനും വരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5 മണി ആകാറായപ്പോഴത്തേക്കുമാണ് ദിനു ഓഫീസിൽ നിന്ന് വന്നത്. അത്രയും നേരം നമ്മളവിടെ നിന്നു. നമ്മളൊരു 4:30 ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അപ്പോൾ ദിനു അമ്മയോട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഫുഡ് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിന് ഇതാണോ സീറ്റ്? പോയിട്ട് വരണേ. കുഞ്ഞിന് ഉടുപ്പൊക്കെ കൊണ്ടുവരാം കേട്ടോ. വിട്. അങ്ങനെ അച്ഛനും അമ്മയും ഏകദേശം 10-40 ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലും ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഇത്രയധികം ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പാത്തു ആണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടമായി. അവൾക്കും അറിവായി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾക്ക് വീട്ടിൽ കളിക്കാനും എടുക്കാനും ഒക്കെ രണ്ടുപേരും ഉണ്ടായിരുന്നതിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരിനി പോയിട്ട് എന്തായാലും 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.